ചെമ്മണ്ണിന്റെ കളർ അറിഞ്ഞ് വെള്ളം ഞാൻ ഒരു മിനിറ്റ് ഇതിലും കടുപ്പാണ് ഇതിലും കടുപ്പായിരുന്നു. അപ്പൊ ഞങ്ങൾക്കിത് വെക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് വെച്ച് ഈ കളറ് കിട്ടി. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. വെരി ഗുഡ്. ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. വെൽമോണ്ട് വാട്ടർ സൊല്യൂഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് എളന്തികര തന്നെയാണ്. എളന്തികര എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രീ ശാരദാമഠം സ്കൂളിന്റെ തൊട്ടടുത്താണ്. കുറച്ച് നാൾ മുമ്പ് നമ്മളിവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കസ്റ്റമർ എന്ന് പറയുമ്പോൾ മിസ്റ്റർ നിതിൻ ഫാൻസിന്റെ വീട്ടിൽ നമ്മൾ വീണ്ടും വന്നേക്കുന്നത്. നമ്മൾ കുറച്ച് നാൾ മുമ്പ് ചെയ്തെന്ന് പറയുമ്പോൾ വാട്ടർ പ്യൂരിഫയർ ആണ് നമ്മൾ ചെയ്തത്. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു വെസൽ ഫിൽട്രേഷൻ പിടിപ്പിക്കാനാണ്. അപ്പോൾ വെസൽ ഫിൽട്രേഷന്റെ ആവശ്യകത അത്യാവശ്യമാണ് ഇവിടുത്തെ വെള്ളത്തിന്. കാരണം ഇവിടുത്തെ വെള്ളത്തിന്റെ അത് നല്ല രീതിയിൽ അയണുണ്ട്. അയൺ എന്ന് പറയുമ്പോൾ കാണുമ്പോൾ നല്ല തെളിച്ചാണെങ്കിലും നല്ല രീതിയിലുള്ള അയണാണ്. അപ്പോൾ ഇവിടെ ക്ലോറിനേഷന്റെ ആവശ്യകതയുണ്ട്. അങ്ങനെ ഒരു നേച്ചറാണ് ഇവിടുത്തെ വെള്ളത്തിന്. അപ്പോൾ ഈ ഒരു വെസൽ ഫിൽട്രേഷന്റെ ഡീറ്റെയിൽസ് ആയിക്കോളെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ അകത്തോട്ട് പോവാം. ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നേരിട്ട് നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അകത്തോട്ട് നീങ്ങാം. അപ്പോൾ അതിനു മുന്നേ വേറെ കാര്യം പറയാനുള്ളത്, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ലട്ടാ. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്തേക്കണേ. നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഇതിന് മേലെയാണ് കേട്ടോ. നമ്മൾ സ്റ്റെയർ കേസ് കയറി ചെന്ന് ഉള്ള ഒരു ലാൻഡിങ് ഒരു ഏരിയയിലാണ് നമുക്ക് വെക്കേണ്ടത്. നമ്മുടെ വെസലൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വെസലുണ്ട്, നമ്മുടെ മീഡിയാസ് ഉണ്ട്, അനുബന്ധ സാധനങ്ങളെല്ലാം നമ്മൾ മേലെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാവിറ്റിയിൽ നമ്മൾ ചെയ്യണത് ഓൾറെഡി നമ്മളിവിടെ ഇവിടെ പ്ലംബർ ഓൾറെഡി നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മളുടെ ലൈനിന്റെ വർക്ക് ഇന്നലെ ഓൾറെഡി അവർ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇൻലെറ്റ് നേരെ പിടിച്ച് വെസലിൽ കൊടുക്കണം, ഔട്ട്ലെറ്റ് തിരിച്ച് ഇവിടെ കൊണ്ട് ഇറക്കണം. ഇതിനിടയിൽ നമുക്ക് പ്രഷർ ബാക്ക് വാഷ് കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വർക്ക്. നമുക്ക് ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്, നല്ല ചൂടുണ്ട്. ഹ്യൂമിഡിറ്റി ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ് കാലത്ത് തന്നെ. സമയം ഇപ്പോൾ ഏകദേശം ഒരു 8-8:30 ആവുന്നുള്ളൂ. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബൈ. കൂടാതെ നമ്മുടെ വെസൽ ഫിൽട്രേഷന്റെ വർക്ക് കഴിഞ്ഞു കേട്ടോ. നമ്മള് മെറ്റീരിയൽ എല്ലാം ഫില്ല് ചെയ്തു, അതായത് മീഡിയസ് എല്ലാം നമ്മൾ ഇതിനകത്ത് ഫില്ല് ചെയ്തു.
പ്ലംബിങ്ങിന്റെ വർക്കും കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ബാക്ക് വാഷ് ചെയ്യാന്നുള്ളതാണ്. ബാക്ക് വാഷ് ചെയ്തിട്ട് നമുക്ക് ലൈനപ്പ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഞാൻ സാമ്പിളൊക്കെ എടുത്ത് കാണിച്ചു കേട്ടോ. അപ്പൊ നേരെ നമുക്ക് ബാക്ക് വാഷിലേക്ക് ഇടാം. ഓൾറെഡി ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി വാൽവ് തുറന്നു വെച്ചാൽ മതി. നമ്മുടെ ഇൻലെറ്റ് വാൽവ് ഗ്രാവിറ്റിയിലാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു. ഗ്രാവിറ്റി നമ്മുടെ വരുന്ന ഇൻലെറ്റ് വാൽവ് പയ്യെ നമുക്ക് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ബാക്ക് വാഷ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ ലൈൻ ചാർജ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ക്വാളിറ്റി ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ക്വാളിറ്റി. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ണീര് പോലെ ആയിട്ടുണ്ട് വെള്ളം. അപ്പൊ നിങ്ങൾക്ക് ഇത് റോ വാട്ടർ അപ്പൊ എങ്ങനെയായിരുന്നു എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പൊ റോ വാട്ടറിന്റെ ക്വാളിറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിർവാഹൂല ഞാൻ കിണർ കാണിച്ചു തരാം. പക്ഷെ നമ്മളിവിടെ ഓൾറെഡി പ്യൂരിഫയർ വെച്ചിട്ടുണ്ട് കുറച്ച് നാൾക്ക് മുന്നേ. ആ പ്യൂരിഫയറിന്റെ ഫിൽറ്ററിന്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഫിൽറ്റർ കിടപ്പുണ്ട് കേട്ടോ. അപ്പൊ അത് അടി കിടപ്പുണ്ട്. ആ ഫിൽറ്റർ ജസ്റ്റ് ഒന്ന് ഞാൻ ഇവിടുന്ന് കാണിച്ചു തരാം എന്തായിരുന്നു ആ വെള്ളത്തിലെ ക്വാളിറ്റി എന്നുള്ളത്. ഒരു മിനിറ്റ്, ഇത് ഇവിടെ തന്നെ കിടപ്പുണ്ട്. നമ്മുടെ സ്പൺ ഫിൽറ്ററാണ് കിടക്കുന്നത്. നമ്മുടെ പ്യൂരിഫയറിന്റെ അകത്ത് വെച്ചിരിക്കുന്ന പ്രീ ഫിൽറ്ററിൽ ഇടുന്ന ഒരു സ്പണ്ണാണത്. അത് നമ്മളിപ്പോ മാസം മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അത്ര കഴുക്കായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇത് നോക്കി അറിയാൻ പറ്റുന്നുണ്ടല്ലേ? ഇത് കണ്ടോ, ഇതിന്റെ അഴുക്ക് കണ്ടോ? ഇതായിരുന്നു ഇവിടുത്തെ റോ വാട്ടറിന്റെ കളറ്. ഇത്ര അഴുക്ക് വെള്ളം ഉണ്ടായിരുന്നു. ഇതൊന്നും അല്ല കേട്ടോ അഴുക്ക്, നല്ല കട്ട ചെളി ആയിരിക്കുള്ളൂ. അപ്പോ ഇതിനെയാണ് നമ്മൾ നേരെ ക്രിസ്റ്റൽ ക്ലിയർ ആക്കിയത്. ഇപ്പൊ നമ്മുടെ വെള്ളം ഇത്രയും ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് താരതമ്യം ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ കസ്റ്റമറോട് ചോദിച്ചു നോക്കാം അവർക്ക് ഇഷ്ടപ്പെട്ടോ എന്താന്നുള്ള കാര്യങ്ങൾ. അപ്പൊ അതിനു മുന്നേ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്കും ഇതുപോലെ വർക്കുകൾ ചെയ്യാനെങ്കിൽ ധൈര്യമായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്തോളൂ. സ്ക്രീനിൽ കാണുന്ന നമ്പർ നമ്മളെ വിളിച്ചോളൂ. നമ്മൾ എവിടെയായാലും ഓൾ ഓവർ കേരള നമ്മൾ വന്ന് ചെയ്തു തരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കില്ലേ. അപ്പൊ ഞാൻ നമ്മുടെ കസ്റ്റമറോട് ചോദിച്ചു നോക്കാം അവർക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം. അപ്പൊ കൂടാതെ നമ്മുടെ കസ്റ്റമറോട് ഉണ്ട് കേട്ടോ, നമ്മുടെ നിതിന്റെ അമ്മ, നമ്മുടെ ഫ്രണ്ടാണ് നിതിന്റെ അമ്മ ഇവിടെ ഉണ്ട്. നമ്മളോട് ചോദിച്ചു നോക്കാം വെള്ളത്തിന്റെ ക്വാളിറ്റിനെ പറ്റിയും എന്താണ് ഇവര് അനുഭവിച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ട്, ഇതൊക്കെ നമുക്ക് അവിടെ തന്നെ ചോദിച്ചു നോക്കാം. നമ്മൾ ഓൾറെഡി ചേച്ചിയുടെ റിവ്യൂ ഓൾറെഡി എടുത്തിട്ടുണ്ട്. നമ്മൾ അകത്ത് പ്യൂരിഫയർ വെച്ചപ്പോ അതിന്റെ റിവ്യൂ ഒക്കെ തന്നിട്ടുണ്ട്. അതിന്റെ ഞാൻ ആ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ കൊടുക്കട്ടോ. അത് കാണാൻ താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞോട്ടാ. അപ്പൊ പ്യൂരിഫയർ നന്നായിട്ട് ഓടുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വെള്ളത്തിന്റെ അത് നല്ല അഴുക്കുണ്ട് കിണറിന്റെ അകത്ത്. അപ്പൊ ആ അഴുക്ക് നമുക്ക് ഇതുപോലത്തെ ഒരു ഫിൽട്രേഷൻ സിസ്റ്റം പുറത്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ പ്യൂരിഫയറിന് എപ്പോഴും മെയിൻ്റനൻസ് വന്നുകൊണ്ടിരിക്കും. നമുക്ക് അടിക്കടി ഇങ്ങനെ നമ്മുടെ ഫിൽട്രേഷൻ സിസ്റ്റം മാറ്റേണ്ടി വരും. അതായത് സ്പൺ ഫിൽട്രേഷൻ, സെഡിമെന്റ് ഫിൽറ്ററുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് പ്രീ ഫിൽറ്റർ ആയിട്ട്. ആ പ്രീ ഫിൽട്രേഷനിൽ വന്ന് നമ്മൾ അഴുക്ക് വന്ന് അടിഞ്ഞു കൂടുമ്പോൾ നമുക്കത് മാറ്റേണ്ട അവസ്ഥ വരും. അത് മാത്രമല്ല നമ്മുടെ ഇന്റേണൽ പൈപ്പ് ലൈൻസ് എല്ലാം വന്നിട്ട് ബ്ലോക്ക് ആവുകയും ചെയ്യും. ടൈലിന് കറ പിടിക്കല്, ഈ ഒരു അയൺ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അതൊക്കെ മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഫിൽട്രേഷൻ സിസ്റ്റം വെച്ച് ചെയ്യുന്നത്. സംഭവം ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ചേച്ചിയോട് ചോദിച്ചു നോക്കാം. ചേച്ചി പായോ, നമ്മുടെ സിസ്റ്റം റെഡി ആയിട്ടുണ്ട്. അപ്പോ ഇത് എന്താണ്, എങ്ങനെയുണ്ട് സംഭവം, ഇഷ്ടപ്പെട്ടോ എന്താണെന്നുള്ള കാര്യം ഇവിടെ വന്നോളൂ. നമ്മുടെ പ്രേക്ഷകരോട് ഒന്ന് പറഞ്ഞോളൂ എന്തായാലും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ട്. ഇതിപ്പോ വെച്ചേക്കണത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാല് ഞങ്ങള് കുറെ നാളുകളായി ഇത് ഭയങ്കരമായിട്ട് വിഷയമായിട്ട് കൊണ്ടുനടക്കാറുന്നു. കിണറിലെ വെള്ളം വളരെ മോശമായിരുന്നു. ഈ ചെമ്മണ്ണിന്റെ കളറാർന്ന് വെള്ളം. ഞാൻ ഒരു മിനിറ്റ് ഇതിലും കടുപ്പാണ് ഇതിലും കടുപ്പായിരുന്നു. പിന്നെ ഞങ്ങൾ കുടിക്കാനായിട്ട് വേറെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, വെച്ചിട്ടുണ്ട്. അത് കാരണം കൂടെ അതിൽ നിന്നാണ് കുടിച്ചിരുന്നത്. അപ്പൊ ഞങ്ങക്ക് ഇത് വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് വെച്ച് ഈ കളറ് കിട്ടി. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആയിക്കോട്ടെ, എല്ലാവർക്കും ഇതൊരു മാതൃകയായിട്ട് കൊണ്ടുനടക്കാം. ഇതെല്ലാവരും ചെയ്യാം. കാരണം അഴുക്ക് പിടിച്ച വെള്ളം നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ചെല്ലുമ്പോ വൈറസുകളും അത് ഇത് രോഗങ്ങളൊക്കെ വരില്ല. ഇത് ഏറ്റവും നല്ലതായിട്ട് ഞാൻ കാണുന്നു. വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. ഇതുപോലുള്ള വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ആളുകൾ നന്നായി ബന്ധപ്പെടുക. അതുപോലെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, നമ്മുടെ ചാനലിലൂടെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പൊ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.